ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇന്നൊരു മിച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് പലതരത്തിലുള്ള മിച്ചർ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു മിച്ചറില്ലേ, പൊട്ടുകടലയാണോ അതിനകത്ത് ഇടുന്നതെന്ന് എനിക്കറിയില്ല. എരിവൊന്നുമില്ലാത്ത വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ടിരിക്കുന്ന ഒരു മിച്ചറുണ്ട്, അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് പൊട്ടുകടലയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുപയറാണ്. അത് ഈ കപ്പിന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വയ്ക്കുന്നുണ്ട്. 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ, അതിൽ കൂടുതൽ സമയം വെക്കാൻ പാടില്ല. അതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. സോഫ്റ്റായി പോകാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത് 2 മണിക്കൂർ വരെ മാക്സിമം. അത്രയും ടൈം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയിലോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ പയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രം ഒന്ന് പോയി കിട്ടാൻ മാത്രമാണ്. അപ്പോൾ ഫാനിൻ്റെ താഴെ വെച്ചാലും മതി, ഒന്ന് വെയിലത്ത് വെച്ച് എടുത്താലും മതി. അതപ്പോൾ ഞാൻ വെയിലത്ത് വെക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. കടലമാവാണ് എടുക്കുന്നത്, ഗോതമ്പ് പൊടിയല്ല. ഞാനിപ്പോൾ 4 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത കപ്പിൻ്റെ അളവാണ് പറയുന്നത്. 4 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഫുഡ് കളർ ചേർക്കുന്നില്ല. കായപ്പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂണ് കായപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ചേർത്താൽ നല്ല യെല്ലോ കളർ കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാൻ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. പുറത്ത് കൊടുക്കുന്നതൊന്നല്ലല്ലോ, അതുകൊണ്ട് ഫുഡ് കളർ ചേർക്കാത്തതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല, അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തടവി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി, എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇത് ഏകദേശം കുഴക്കുമ്പോൾ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് വെളിച്ചെണ്ണ കയ്യിലാക്കി കൊടുത്തിട്ട് കുഴച്ചാൽ മതി. ഇനി ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് നിറച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ അധികം ലൂസായി പോകാനും പാടില്ല, ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ അതുപോലെ ടൈറ്റായി പോകാനും പാടില്ല. രണ്ടിൻ്റെ ഇടയിലും കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, കണ്ടോ, കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ പാത്രത്തിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് അടുപ്പത്ത് വെളിച്ചെണ്ണ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ തിളച്ചതിന് ശേഷം ഞാൻ 2 കുടം വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളത് ചതച്ചെടുത്തിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. തൊലിയോട് കൂടിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ മിച്ചറിൽ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് തൊലിയോട് കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തുനിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല, വെളുത്തുള്ളിയുടെ കളറൊന്നും മാറാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനിയിപ്പോൾ കോരി മാറ്റാം. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇട്ട് കൊടുക്കണം, ഇല്ല കയ്യിൽ എണ്ണ തെറിക്കും. ഒരു ലെയറായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഒന്ന് വിരൽ വെച്ച് തട്ടിക്കൊടുത്താൽ അത് പൊട്ടിയിട്ട് താഴെ വീണുള്ളൂ. ഒരു ലെയർ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 വശവും ഇത് ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും.
അപ്പം ഞാനത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറുപയർ ഉണങ്ങാൻ വെച്ചിട്ടുള്ളത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രം ഉണങ്ങി കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫാനിൻ്റെ താഴെയായാലും വെച്ചാൽ മതി. ഞാനിപ്പോൾ വെയിലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ഇത് ചെറുപയറിന് കുറച്ച് ഫ്രൈ ചെയ്ത് കിട്ടാൻ കുറച്ച് പണിയുണ്ട്, കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇത്രയും കളറായാൽ മതിയാവും, ഇത്രയും ബ്രൗൺ കളറായാൽ മതിയാവും. നല്ലപോലെ ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഇതുപോലെ ആയാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നും കോരി മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിച്ചറിൻ്റെ നമ്മൾ അതാക്കി ഇത് സാധനം അടച്ച് വയ്ക്കാൻ പാടില്ല. പെട്ടെന്നൊന്നും ചൂടാറുന്നതിന് മുന്നേ അടച്ച് വെക്കാൻ പാടില്ല. ആവി വെള്ളം വീണിട്ട് സോഫ്റ്റായി പോവും. ഇനി നമുക്ക് എല്ലാം കൂടി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ ഇത് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇതുപോലെ പൊട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളറ്, മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് നല്ല യെല്ലോ കളർ ഇല്ലാത്തത്. ഫുഡ് കളർ ചേർത്തെങ്കിൽ നല്ല യെല്ലോ കളർ കിട്ടും. ഞാൻ ചേർക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെറുപയറൊക്കെ മുകളിലൊക്കെ വരുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സർ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. കുറേ ദിവസം നിന്നുകൊള്ളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്കിതിപ്പോൾ കഴിച്ചപ്പോൾ തോന്നിയെന്ന് വിചാരിച്ചാൽ വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെയും ടേസ്റ്റാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുമെന്ന് തോന്നുന്നു. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ഓക്കെ, ബായ്.